1992 കേരളത്തിൽ ആദ്യമായി ഫാമിലി കോർട്ട് നിലവിൽ വന്നപ്പോൾ അത് വെറും 3 എണ്ണമായിരുന്നു. ഇന്നത് 28 എണ്ണമാണ്. കുടുംബങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കലല്ല, ഒന്നിപ്പിക്കലാണ് ഇത് തുടങ്ങി എന്റെ പിന്നിലുള്ള ലക്ഷ്യം. ഇതൊക്കെ ചരിത്രമല്ലേ? വാട്ട്സ് നെക്സ്റ്റ്? അതാ പറയേണ്ടത്. ഒന്നാലോചിച്ച് നോക്കിയേ. പരസ്പര വിശ്വാസവും വിട്ടുവീഴ്ച മനോഭാവവും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം സുരഭിലമാവില്ലേ? ഈ അടുത്തിടെയല്ലേ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞത്? ഇത്ര പെട്ടെന്ന് സാന്ദ്ര ഡൈവോഴ്സ് ആവശ്യപ്പെടുമ്പോ സാധാരണ ഇത്തരം കേസുകളിൽ ടു ബി ഫ്രാങ്ക് സാന്ദ്രയെ തൃപ്തിപ്പെടുത്താനായിട്ട് ഉല്ലാസിന് സാധിക്കുന്നില്ലേ? പ്ലീസ് സ്റ്റോപ്പ് ദിസ് റബിഷ്. കുറെ നിയമങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കുറെ പ്രോസസ്സുകളും. ഒരാള് ഡിവോഴ്സ് ആവശ്യപ്പെടുമ്പോൾ എത്രയും പെട്ടെന്ന് തരികയല്ലേ വേണ്ടത്? ചോദിക്കും അങ്ങോട്ട് എടുത്തു തരേണ്ടത് അവലോസുണ്ടേ അല്ല, മറ്റൊരാളുടെ ജീവിതത്തെ കൂടി ബാധിക്കുന്നതാണ്. താൻ ഇവരുമായിട്ട് സംസാരിച്ച് എന്താണെന്ന് വെച്ചാൽ ഒത്തെടുത്തിട്ട് വാ. എന്നെ പറ്റി ഇവിടെ അന്വേഷിച്ച് പ്രിൻസിനോട് പറഞ്ഞാൽ എന്ത് പ്രതിഫലം തരാമെന്നാണ് പ്രിൻസ് പറഞ്ഞത്. വാട്ട് വാസ് ഓഫർ? CID പണി ചെയ്തതല്ലേ? പണം ആഗ്രഹിച്ചു വന്നവനല്ല ഞാൻ. സാന്ദ്രയ്ക്ക് ജീവിതത്തിൽ ഉണ്ടാവുന്ന ഗുണം ആഗ്രഹിച്ചു വന്നത്. പ്രിൻസ് എന്റെ കോള് പോലും അറ്റൻഡ് ചെയ്യാതായി. അല്ലെങ്കിൽ ഞാൻ അയാളെ എന്തേലും പറഞ്ഞ് കൺവിൻസ് ചെയ്തേനെ. എന്ന് വെച്ചാൽ അയാൾ അറിഞ്ഞ സത്യങ്ങളെല്ലാം നുണയാണെന്ന് വേറൊരു നുണ പറയണം, അതല്ലേ ഉദ്ദേശിച്ചത്? സാന്ദ്ര എന്നെക്കാൾ ഒരുപാട് ലേതാ. പറയുന്നത് മനസ്സിലാക്കാനുള്ള ക്ഷമയില്ല, മത്സരിച്ച് ജയിക്കാനുള്ള വാശി എനിക്കുമില്ല. ദേഷ്യം, എന്നോടുള്ള ദേഷ്യം. അതുകൊണ്ടാണ് സാന്ദ്ര ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അച്ഛന്റെ അടിയേറ്റ് 7 വയസ്സുകാരൻ കുട്ടി മരിച്ചത്, ഒരു നേരത്തെ ആഹാരം മോഷ്ടിച്ചതിന് നാട്ടുകാർ കൈയേറ്റം ചെയ്ത ചെറുപ്പക്കാരൻ മരിച്ചത്, പ്രണയം നിഷേധിച്ചതിന് വിദ്യാർത്ഥി സഹപാഠിയെ തീ കൊളുത്തി കൊന്നത്, ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ മനുഷ്യർക്ക് ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും? പക്ഷേ ആ പ്രവൃത്തി ചെയ്തവരെ ആ സമയത്ത് നിയന്ത്രിക്കുന്ന ഒരു വികാരമുണ്ട്, അത് ദേഷ്യമാണ്. എന്തുകൊണ്ടോ ഉണ്ടായ ഒരു ദേഷ്യം. പക്ഷെ പിന്നീടൊരു ജീവിതകാലം മുഴുവൻ നെഞ്ചു നേരി പശ്ചാത്തപിച്ചാലും നഷ്ടപ്പെട്ടൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല, തിരിച്ചെടുക്കാനും പറ്റില്ല. നിയമത്തിന് മുന്നിൽ ഫിലോസഫിക്ക് സ്ഥാനമൊന്നുമില്ല. മ്യൂച്വൽ പെറ്റീഷൻ ഇയാൾ ഒപ്പിട്ടില്ലെങ്കിൽ കോടതി അത് വാങ്ങിച്ചു തരും. 15 ലക്ഷം രൂപയുടെ സെറ്റിൽമെന്റ് ആവശ്യപ്പെട്ട് ഞാൻ വേറൊരു ഹർജി കൊടുത്തിട്ടുണ്ട്. ഡൊമസ്റ്റിക് വയലൻസ് വെച്ചിട്ടില്ലേ? ഉണ്ട്. സ്വാഭാവികം. മിസ്റ്റർ ഉല്ലാസ്, വിധി സാന്ദ്രക്ക് അനുകൂലമാണെങ്കിൽ ഉല്ലാസിന്റെ സ്ഥാവര ജംഗമ വസ്തുക്കൾ കണ്ടുപിട്ടി അത് ഭാര്യക്ക് കൊടുക്കാൻ ഇവിടെ നിയമമുണ്ട്. എന്നെ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല സാറേ. എന്റെ വീടും എന്റെ സ്വത്തുക്കളും എന്റെ ഭാര്യയുടെ പേരില്ല. അതല്ല സാന്ദ്രയുടെ പേരിലാണോ? പിന്നെ ഞാനല്ല ഇയാളുടെ ഭാര്യ. പിന്നെ എന്തിനാണ് സഹോദരി ഈ സഹോദരന്റെ കയ്യിൽ നിന്ന് ഡൈവോഴ്സ് വാങ്ങുന്നത്? പൈസ തന്നില്ലേ ഇയാളെ പിടിച്ച് ജയിലിലിടാൻ പറ്റില്ലേ? പറ്റും. പക്ഷെ സാമ്പത്തിക കേസായതിന്റെ പേരിൽ ഇയാൾ ജയിലിൽ കിടക്കുന്ന ചെലവ് മുഴുവൻ സാന്ദ്ര വഹിക്കേണ്ടി വരും. സാറേ, എന്റെ പേരിലൊന്നുമില്ല. തന്റെ പേരിലല്ലേ ഈ കേസ് മുഴുവനുള്ളത്? ഇവളാണ് ഉല്ലാസ്. അല്ല, ഇതാണ് ഉല്ലാസ്. നീ അന്ന് ഉല്ലാസ യാത്രയ്ക്ക് പോകുന്ന പറഞ്ഞപ്പോ തെറ്റിദ്ധരിച്ചില്ലേ? ഇതാണ്. ഒന്ന് പറഞ്ഞു കൊടുത്തേ സാർ. കൂടുതൽ കള്ളം പറയാൻ നോക്കണ്ട. ഡിവോഴ്സ്. നിങ്ങളുണ്ടായിരുന്നു. കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടിയാണ് അന്ന് ഞാൻ ഉല്ലാസിന്റെ അടുത്ത് സംസാരിച്ചതെന്ന് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി. ഡിവോഴ്സ് എന്ന് പറഞ്ഞ് നിൽക്കുക. അതെ, ഈ പ്ലാൻ ഒന്നും എന്റെ അടുത്ത് നടക്കത്തില്ല. ഡിവോഴ്സ്. നിങ്ങൾക്കും പണി കിട്ടിയല്ലേ? സെയിം ടീം. അവിടെ വിധി നമുക്ക് അനുകൂലമാകാനാണ് സാധ്യത. എപ്പോഴും സാധ്യതയേ ഉള്ളൂ. സാന്ദ്രയ്ക്ക് ഡൈവോഴ്സ് കിട്ടിയ സ്ഥിതിക്ക് ഇനി അവർക്കൊന്നും പറയാനില്ലല്ലോ, നമ്മൾ ജയിക്കും. അഥവാ ഉല്ലാസ് മ്യൂച്വൽ ഡിവോഴ്സ് തന്നില്ലായിരുന്നെങ്കിൽ അവനോടൊപ്പം ജീവിക്കുന്നത് സാന്ദ്രയുടെ ജീവന് തന്നെ ആപത്താണെന്ന് ഞാൻ കോടതി തെളിയിച്ചേനെ. Then court will definitely grant you the decree of divorce. അതവനറിയാം. വരാന്തയിൽ വെക്കുമ്പോ മുടിഞ്ഞതല്ല, അകത്ത് കയറുമ്പോ നാക്കുളുക്കും. Do we have any hope? Definitely. പുതിയ വനിതാ ജഡ്ജ് ആളിത്തിരി സ്ത്രീപക്ഷമാണ്. ഇതുവരെ ഒരാണിനും അനുകൂലമായിട്ട് വിധിച്ചിട്ടില്ല. അവൻ പെടും. അയ്യോ, ഇവരാണോ എന്നെ അകത്താക്കിയ സ്ത്രീയാ? അന്ന് ഇവര് പ്രോസിക്യൂട്ടർ ആയിരുന്നു. പ്രോസിക്യൂഷനും
പ്രതിഭാഗവും ഹാജരാക്കിയ തെളിവുകളും സാക്ഷിമൊഴികളും പരിശോധിച്ചതിന്റെയും അഭിഭാഷകരുടെ വാദമുഖങ്ങൾ പരിഗണിച്ചതിന്റെയും അടിസ്ഥാനത്തിൽ പ്രതി ഉല്ലാസ് കുറ്റം ചെയ്തതായി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതായി ഈ കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഉല്ലാസും സാന്ദ്രയും കുടുംബ കോടതി മുഖേന വിവാഹമോചനം നേടിയ കാര്യവും കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിട്ടുള്ളതാണ്. കേസിന്റെ എല്ലാ വശങ്ങളും പരിഗണിച്ച് പ്രതി ഉല്ലാസിനെ ഈ കോടതി നിരുപാധികം വിട്ടയച്ചതായി ഉത്തരവിടുന്നു. കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു കാര്യം കൂടി അവസരത്തിൽ പറയുകയാണ്. നമ്മുടെ നിയമങ്ങൾ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് ഉയർന്ന മൂല്യം കൽപ്പിക്കുന്നവയാണ്. വ്യക്തിവിദ്വേഷങ്ങൾ തീർക്കാൻ ഇത്തരം ആനുകൂല്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് നിയമപരിരക്ഷയ്ക്ക് യഥാർത്ഥത്തിൽ അർഹരായ സ്ത്രീകളെ കൂടെ സംശയത്തിന്റെ നിഴലിലാക്കാൻ കാരണമാവുകയും ചെയ്യും. ഉല്ലാസ് എവിടെ? കണ്ടില്ലല്ലോ. അവൻ അപ്പുറത്തെങ്ങാണ്ടുണ്ട്. ആ വക്കീൽ പെണ്ണിന്റെ കൂടെയാ. പിന്നെ ഈ ജാതകത്തിൽ 2-3 കല്യാണമൊക്കെ കാണും. ഇനി അതൊന്നും വേണ്ട, അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നോക്ക്. ഇല്ല, എനിക്കൊരു കല്യാണം കൂടെ കഴിക്കണം. ആരെ? എന്റെ മിനിയെ. ഇനി അവൾ എന്റെ ഭാര്യയിലെന്ന് ആരും പറയരുത്. അതെ, അപ്പോഴും 2 കല്യാണമല്ലേ ആയുള്ളൂ. ഇനി ഒരെണ്ണം കൂടെ ബാക്കിയുണ്ട്. അതിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. എന്നാൽ ഇനി അങ്ങനെ ഒരു കല്യാണം ബാക്കിയില്ല. എന്റെ ആദ്യ ഭാര്യയെ നിങ്ങൾ വിചാരിച്ചിരുന്ന മിനി എന്റെ രണ്ടാമത്തെ ഭാര്യയും, എന്റെ രണ്ടാമത്തെ ഭാര്യയെന്ന് നിങ്ങൾ വിചാരിച്ച സാന്ദ്ര എന്റെ മൂന്നാമത്തെ ഭാര്യയാണ്. ഇത് രണ്ടിനു മുമ്പ് ഞാൻ വേറൊരു കല്യാണം കഴിച്ചത്. ആരെ? അയാളുടെ ഒപ്പം പോയാല് താൻ ആഗ്രഹിച്ച ജീവിതം തനിക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? ഉണ്ട്. താൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം തരാൻ എനിക്കും സാധിക്കും. അത് നിങ്ങളുടെ തോന്നലാണ്. അറിയണ്ട, എല്ലാത്തിനും ഒരു പരിഹാരമില്ലേ? ഞാൻ അച്ഛനോട് സംസാരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുടെ തീരുമാനത്തിന് വിടുന്നതിനേക്കാൾ നല്ലത് നമ്മൾ സ്വയം തീരുമാനിക്കുന്നതാണ്. യൂസഫിന്റെ അടുത്ത് ഞാൻ കൊണ്ടാക്കാം. അതല്ലേ താൻ ആഗ്രഹിച്ച ജീവിതം. അന്ന് നിനക്ക് വേണ്ടി എന്നെ കാണാൻ ഉല്ലാസ് വന്നപ്പോ അയാളൊരു കാര്യം പറഞ്ഞു. പിടിച്ചു വാങ്ങുന്ന സ്നേഹം കള്ളത്തൊണ്ടേ പാടുന്നൊരു പാട്ട് പോലെയാണ്. രണ്ടിനും ആയുസുണ്ടാവില്ല. കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് എനിക്ക് വേണ്ടത് നിങ്ങളെയല്ല, ഞാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു പുരുഷനെയാണെന്ന് മുഖത്ത് നോക്കി പറയുമ്പോ മിനിമം ഒരു അടിയെങ്കിലും നിനക്ക് തരേണ്ടതാണ്. പക്ഷെ അയാളത് ചെയ്തില്ല. പകരം എന്നെ കാണാൻ വന്നു. എന്റെ അടുത്ത് നിന്നെ എത്തിക്കാൻ അയാൾ കാണിച്ച അതേ മനസ്സ് തന്നെയായിരിക്കും സാന്ദ്രയുടെ കാര്യത്തിലും കാണിച്ചത്. ഉല്ലാസിനെ നമുക്ക് അറിഞ്ഞൂടെ? അയാളുടെ മുന്നിൽ ചെന്നൊരു പെണ്ണ് കറിഞ്ഞ അതിന് എന്ത് സംഭവിച്ചാലും അയാൾ അവരുടെ കൂടെ തന്നെ. പിടിപെടുകയാണെങ്കിൽ ഒരു സത്യം കൂടെ ഞാൻ പറയാം. എടാ, ഞാൻ സകല പിടിയും വിട്ട് നിൽക്കുക. നീ കൊണ്ടുപോയില്ലായിരുന്ന ഞാൻ കയ്യിലെ കാശ് മുടക്കി അമേരിക്കക്ക് വന്നേനെ. എന്തിനാണെന്നറിയോ? നിനക്ക് 2 പൊട്ടിക്കാൻ. അതിനല്ലേ ഞാൻ ഇങ്ങോട്ട് വന്ന് പൊട്ടിച്ചോ. തിരിച്ച് അമേരിക്കക്ക് പോകാൻ പറ്റില്ലെന്ന് അറിഞ്ഞിട്ട് നീ ഇവിടെ വന്ന് മിനിയോട് മോളോടുള്ള കാര്യം പറഞ്ഞില്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ വെറുതെ. അതെ, ഞാൻ ആ മറ്റേ സത്യം പറയാം. കാതറിൻ കിംബർലി മദാമയാ. ഞാൻ അവളെ കെട്ടി, ഗ്രീൻ കാർഡ് കിട്ടി. എനിക്ക് എപ്പോ വേണം അമേരിക്കയിൽ പോകാൻ വരാം.